മലയാളി മനസ്സിൽ പാട്ടിന്റെ നിറവിരുന്നൊരുക്കിയ കൊച്ചു പാട്ടുകാരുടെ സംഗീത യാത്രയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. ആലാപന മധുരമായി പെയ്തിറങ്ങിയ പാട്ട് വിരുന്നിലേക്ക് എത്തുന്നു മെറിൽ കുട്ടി. വെൽക്കം മെറിൽ ഓൺ സ്റ്റേജ്. പക്ഷിയാണ് ഓടി വന്നെ. അയ്യോ, തലയൊക്കെ ഇളകുന്നു. തലയിലെന്താ? അയ്യോ, നല്ല രസമുണ്ട്. തിരിഞ്ഞേ. അതാ ഞാൻ പറഞ്ഞ പക്ഷിയുടെ പോലെ പൂമ്പാറ്റയാണ്. ആര് വെച്ചതെന്ന് നഖം നോക്ക്, ഇത് നോക്ക്. ഓ എന്റെ വയ്യ. എന്താ എന്റെ കളറ്? പിങ്കും വൈറ്റും. ഇത് തന്നെ ഡ്രസ്. പക്ഷെ ഒരു സത്യം പറയട്ടെ, ആ ഡ്രസ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അത് സൂപ്പർ ആയിട്ട്. എനിക്ക് പണ്ട് ഞാന് ഈ സിംല ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു നമ്മുടെ പാളയത്ത് SP സ്റ്റോഴ്സിൽ. ഒരു ബൗളിനകത്ത് ഒരു ഉണ്ട. ഇതൊരു ടേസ്റ്റാന്ന് പറയാം. ആ ടേസ്റ്റ് ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഈ കളറാണ്. എനിക്ക് മറ്റേ പഞ്ഞിപ്പൂട മിഠായി ഇല്ലേ, കോട്ടൺ ക്യാൻഡി. കോട്ടൺ ക്യാൻഡി. ഇനിയിപ്പോ നമ്മൾ അടുത്ത പാട്ടിലോട്ട് കിടക്കുമ്പോഴാണ് എങ്ങനെയാണ് എല്ലാം കൂടി ഇളകി പറഞ്ഞ് താഴെ വീഴും. ഏതാ പാട്ട്? നിഴലാടും ദീപമേ. പ്രേതപ്പാട്ടാണോ? അല്ല, സങ്കടപ്പാട്ടാ. നിഴലാടും എന്ന് പറഞ്ഞാൽ ആദ്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന ഒഴുകി വരും ആ പാട്ടാന്ന് വിചാരിച്ചു. നിഴലെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നഖമൊക്കെ കണ്ടപ്പോഴേ എല്ലാം ഒത്തു വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ വിദ്യാസാഗർ പിന്നെ എഴുതിയത് ഗിരീഷ് പുത്തൻശ്ശേരി സർ. പിന്നെ പാടിയത് ചിത്രാമ്മ. സിനിമ മിസ്റ്റർ ബട്ട്ലർ. മിസ്റ്റർ ബട്ട്ലർ. ഓക്കെ ഓക്കെ. ഇതിലെ പാട്ടുകളെല്ലാം സൂപ്പർ പാട്ടുകളാണ്. നല്ല പാട്ട്. ഇത് തന്നെ ദാസേട്ടനും പാടിയിട്ടുണ്ട്. നിഴലാടും ദീപം ദാസേട്ടനും പാടിയിട്ടുണ്ട്. അതുപോലെ വേറൊരു പാട്ടും കൂടി ഉണ്ടല്ലോ, വിരഹിണി രാധേ വിദുമുഖി രാധേ. ഉഗ്രം പാട്ടുകളാ. ഓക്കെ, all the best. All the best Mr. Butler. All the best. Miss Butler. All the best. Thank you.
മെറിൽ, എന്തോ മോള് മേളി പാടിയതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഏറ്റവും ടോപ്പിൽ പാടുന്ന പോർഷൻസ് എല്ലാം നല്ല ബ്രൈറ്റ് ആയിരുന്നു, ശ്രുതി ശുദ്ധമായിരുന്നു, നന്നായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒരുപാട് സംഗതികളുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ പാട്ടിന് ഇത്രയും സംഗതികളുടെ ബേസിക്കായിട്ട് ആവശ്യമില്ല. പക്ഷെ അത്രയും സംഗതികളുള്ള ഒരു പാട്ട് എടുക്കുമ്പോൾ മോക്ക് അതിനെ താങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം ആദ്യം മോള് ശ്രദ്ധിക്കണം. അത് മോള് പാടുന്നതും ഹസ്കി ആയിട്ടാണ് പാടുന്നത്. ഈ താഴെ പാടുന്ന സംഗതികൾ അനുരാഗസാന്ദ്രമാം അതിലോല ലോലമാം നിമിഷങ്ങളിൽ അവിടെയൊക്കെ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ ആ സംഗതികളൊക്കെ ഹസ്കീനെസ് ചേർത്ത് പാടിക്കഴിഞ്ഞാൽ അത് ക്രിസ്പി ആയിട്ട് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ അവിടെ കുറച്ചുകൂടെ യു ഹാവ് ടു ഗീവ് ദ വോളിയം. പവർ കൊടുത്താൽ മാത്രമേ നമുക്ക് വ്യക്തത വരത്തുള്ളൂ, ഒരു ക്ലാരിറ്റി വരത്തുള്ളൂ. അതൊരു അറിയാതെ ഒന്ന് പാടാമോ? അറിയാതെ വന്നൻ ഓക്കെ. മഴമേഞ്ഞ കൂടേറി നീ അനുരാഗ സാന്ദ്രമാം നിമിഷ ദിവസങ്ങളിൽ അതിലോലലോലമാം നിമിഷങ്ങളിൽ പറയാതെ എന്തിനോ വിടവാങ്ങി നീ. നന്നായിട്ടുണ്ട് മോളെ. ഇപ്പൊ പാടിയത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കൃത്യമായിട്ട് ആ സംഗതികളെല്ലാം വന്നു. ഇത് മോക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ആ ലോവർ പോർഷനിൽ ഭയങ്കരമായിട്ട് ഒതുക്കിയപ്പോഴത്തേക്ക് ഈ നമ്മളിപ്പോൾ പാടിയതിൻ്റെ ആ സംഗതികളുടെ ക്ലാരിറ്റി ഉണ്ടല്ലോ ഒട്ടും തന്നെ വന്നില്ല. ഈ പാട്ടിലുടനീളം അങ്ങനെ ഒരു പ്രശ്നമാണ് തെളിവാർന്ന അവിടെ എല്ലാം എനിക്ക് ഫീൽ ചെയ്തത്. മോളൊരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് പാട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത്തിരി ഓപ്പൺ ആയിട്ട് പാടിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മെറിൽ കുട്ടി, എന്തോ ഈ പാട്ടിന്റെ സെലക്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സെലക്ഷൻ വളരെ നല്ലതാണ്. കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇതിൽ. അതായത് മോളുടെ വോയിസ് ഒന്നും സ്റ്റഡി അല്ല, ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നു ഇടയിലെല്ലാം. സംഗതികളൊക്കെ പാടുമ്പോഴും ഒന്ന് സ്റ്റഡി ആവുന്നില്ല. മോള് പാടുമ്പോൾ ഒരു വെപ്രാളം ഫീൽ ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അതൊന്ന് മാറ്റണം. എനിക്ക് ഈ മനസ്സിന്റെ വിങ്ങലായി ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മനസ്സിന്റെ വിങ്ങലായി അലിയുന്നു നീ, പറയാതെ എന്തിനോ വിട വാങ്ങി നീ, ആ മുകളിലേക്ക് പോകുന്നതൊക്കെ നന്നായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പം അതുപോലെ എല്ലാം ബാക്കിയുള്ളതും കൂടി നല്ലതായിരുന്നെങ്കിൽ ഇത് എത്ര മനോഹരമാവുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോവാണ്. ഇത് കാനഡ രാഗം ബേസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. അന്യസ്വരങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിലിപ്പോൾ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ പാട്ടുകൾ ഇതേ റൂട്ടിൽ ചെയ്തിട്ടുണ്ട്, സിനിമകളിൽ ഉണ്ടാവാറുണ്ട്. ഏറ്റവും നമ്മളെല്ലാം പെട്ടെന്ന് ഓർമ്മ വരുന്നത് മലരേ മൗനമാ, വിദ്യാജിയുടെ തന്നെ കർണ സിനിമയിലെ പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ന്നു വന്നതോ மீதி ஜீவன் உன்னை பார்த்த போது வந்ததோ. കേട്ടിട്ടില്ലേ പാട്ട്? മലരേ മൗനമാ മൗനമേ വേദമാ. അത് അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ, അതുണ്ട്. പിന്നെ നാദരൂപിണി പായി, അതുണ്ട്. പിന്നെ ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പുലർമങ്ങ, അങ്ങനെ പാട്ടുണ്ട്. പിന്നെ കൂത്തമ്പലത്തിൽ വച്ചു, കുറുമൊഴിക്കുന്നിൽ വച്ചു കുപ്പിവള ചിരിച്ചുടഞ്ഞു, കുപ്പിവള ചിരിച്ചുടഞ്ഞു. മനസ്സിൻ മണിച്ചിമിഴിൽ പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ. ദൂരെയൊരാൽമര ചോട്ടിലിരുന്ന് മാരിവിൽ ഗോപുരമാളിക തീർത്തു, അതിൽ നാം ഒന്നായി
ആടി പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാം. ഗോവർദ്ധന ഗിരിധാരി ഗോവിന്ദ ഗോകുലപാല പരമാനന്ദ ഗോവർദ്ധന गिरधारी एक मंत्र जपत रहो श्याम 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 തമിഴ് പാട്ട് राधे श्याम കല്യാണത്തെ നില കാഴ്ചാത പാലില നീരാനേ വാനില എന്നോട് വാനില വെണ്ണില ഉൻകാതൽ കണ്ണില ആകായം മണ്ണില കല്യാണത്തെ നില കാഴ്ചാത പാലില നീതാനേ വാനില എന്നോട് വാനില. ദി എൻഡ്. ശുഭം. ഇതുണ്ടല്ലോ നമ്മളിപ്പോ ഇവിടെ പാടിയത് കാനഡയുടെയും ദർബാറി കാനഡയുടെയും ഒരു Mix മിക്സ്ചർ ആണ് നമ്മൾ പാടിയത്. അതെ അതെ നമ്മുടെ സൗത്ത് ഇന്ത്യയില് കാനഡ പറയണത് ദർബാറി കാനഡ, നോർത്തിൽ പറയും. ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. ശരി. സനി പമ പഗ മരി. ഇത് കാനഡ വെറും അവർ കാനഡ. വീരമായിട്ട് പാടണ സോ ഇതെല്ലാം നമ്മളെ ഇതെന്താ മോളെ ഇതൊക്കെ പറയണേന്ന് വെച്ചാല് ഈ ടോപ്പ് സിംഗർ വേദി എന്ന് പറയുന്നത് നമ്മൾ പാടി പഠിക്കാനുള്ള ഒരു കളരിയും കൂടെയാണ് മോളെ. നല്ല വോയിസ് ആണ് കേട്ടോ Thank you, മക്കളുടെ സൗണ്ടിൽ. അതും എസ്പെഷ്യലി മേലെയുള്ള പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് സംഗതികളും എല്ലാം വരുന്ന തൊണ്ടയാണ്. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ദർബാരി കാനഡയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അക്ബർ ഉണ്ടല്ലോ, അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ മെയിൻ രാഗമായിരുന്നു ശരിക്കും പറഞ്ഞ ദർബാരി കാനഡ. താൻസൻ എന്ന് കേട്ടിട്ടുണ്ടോ? താൻസന് അദ്ദേഹത്തിന് വിഷമം വരുമ്പോഴും സന്തോഷം വരും എപ്പോഴും ഒക്കെ പാടൂ താൻസാ ദർബാരി കാനഡ പോരട്ടെ എന്നിങ്ങനെ മലയാളത്തിൽ പറയില്ല. ആ ഭാഷയെ പറയുമായിരുന്നു. അതെ അതെ. ഇതൊക്കെ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? എന്തായാലും തുറന്നൊന്ന് പാടിക്കുള്ളൂ കേട്ടോ. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 97 ഔട്ട് ഓഫ് 100. താങ്ക് യു ആടി ഒരു മെറിൽ പൂക്കുറ്റി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. പാട്ട് വരുന്നൊരുക്കാൻ പട്ടാമ്പിയുടെ സ്വന്തം പാട്ടുകാരി കൃഷ്ണ എത്തുന്നു. വെൽക്കം കൃഷ്ണക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. കൃഷ്ണൻകുട്ടി, എന്ത് സാർ? പുതിയ ചെരുപ്പാണോ? ആ ഒരു ഹീലുണ്ട് അതിനകത്ത്. ആ പക്ഷെ നാണം വന്നു. അപ്പൊ എന്തൊക്കെയുണ്ട് പിന്നെ കൃഷ്ണൻകുട്ടി? നല്ല വിശേഷം. നല്ല മഴയാണ് ഇവിടെ. അതെല്ലാവർക്കും അറിയാമല്ലോ. നല്ല മഴയാണ്. ചെന്നൈയില് ചൂട് അറിയോ? ആണോ? ആ ദേ പിന്നെ ഈ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന കൃഷ്ണ എന്ന പേര് അസലായിട്ട് പാടും. നല്ല പിന്നെ മാത്രമല്ല സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. വേണേലൊന്ന് സോപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ പാട്ടോ അല്ലെ അഭിനയോ എന്തെങ്കിലും കിട്ടും. ശരിയാണോ കൃഷ്ണ? ആ? ഞാനും നിവേദിയും. ആണോ? മിടുക്കി കേട്ടോ അപ്പാ. താങ്ക് യു. മിടുക്കി മില്ലാക്കാരി. താങ്ക് യു ആന്റി. ഏത് പാട്ടാ മോളെ? വാസന്ത പഞ്ചമി. സൂപ്പർ. വെരി ഗുഡ് സോങ്. ബാബുക്ക, പി ഭാസ്കരൻ മാസ്റ്റർ, പിന്നെ എന്താ പറയാ നമ്മുടെ എല്ലാം സ്വന്തം ജാനകിയമ്മ. ഒരു രക്ഷയില്ല. അത് കേൾക്കുമ്പോഴേ രോമാഞ്ചം കൊള്ളുന്നു. ചിത്രം ഭാർഗവിനിലെ. ആ അതാ നിൽക്കുന്നു. എന്താ നിലയം? ഭാർഗവിനി. മോക്ക് പേടിയുണ്ടോ ഈ പ്രേതങ്ങളെയൊക്കെ? ആ ആണോ? ആ അല്ല പേടിയാ. ഇരുട്ടോ? ആ തുടങ്ങി മീനുട്ടി. ഇതുപോലത്തെ ഈ ശബ്ദങ്ങളും ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇവിടെ മിന്നാണ്ടി വാ. ഈ രാത്രിയില്ലേ ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കിപ്പോ ഓടി വിളിക്കാൻ ആൾക്കാരുണ്ട്. ഞാനോ? അപ്പൊ ഞാൻ അനാഥയോ? എന്റെ കൂടെ വരും. അപ്പൊ മോളിങ്ങനെ നടന്നു പോകുന്നു രാത്രി വീട്ടിലോട്ട്. അപ്പൊ പുറകെ വന്നിട്ടൊരു ചെറിയൊരു കാറ്റ്, തലമുടിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ആരുമില്ല. തലമുടി വന്നിട്ടൊരു കാറ്റോ? പിന്നെ ദൂരെ ചെറിയ വെളിച്ചം. ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്ക് പേടിയാവുന്നത്.
പിന്നെ ചുമന്ന 2 കണ്ണുകൾ ഇങ്ങനെ. പിന്നെ പെട്ടെന്ന് മേഘങ്ങൾ എല്ലാം കൂടെ വന്നിട്ട് ആ ചന്ദ്രൻ അങ്ങ് മാഞ്ഞു. കുറ്റാക്കൂർ ഇരുട്ട്. ഇതിന് കിട്ടും നിങ്ങക്ക്. ഇഷ്ടമുണ്ട് ചേട്ടാ. അവിടെ നോക്കിയാൽ മതി, അറിയാം തറയില്. ഇല്ല, മുള്ളിയിട്ടൊന്നുമില്ല. അപ്പൊ മോളെ കേക്കാം. ഓക്കെ, നന്നായിട്ട് പാടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓൾ ദ ബെസ്റ്റ്. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു. കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ വസന്തമോ വന്നു കഴിഞ്ഞു, പഞ്ചമിയും വന്നണഞ്ഞു. വന്നില്ലിൻ കണ്ണിൻ മുന്നിൽ വരേണ്ടയാൾ മാത്രം. വാസന്ത പഞ്ചമി നാളിൽ ഓരോരോ കാലടി ശബ്ദം ചാരത്തെ വഴിയിൽ കേൾക്കെ, ചോരുമിൻ കണ്ണീരൊപ്പി ഓടിച്ചെല്ലും ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ വന്നവൻ മുട്ടി വിളിക്കേ, വാതിൽ പൊളി തുറക്കുവാനായി. വളയൊച്ചകൾ കേൾപ്പിക്കാതെ ഒരുങ്ങി നിൽക്കും ഞാൻ. ആത്മാവിൽ സ്വപ്നവുമായി കാത്തിരിപ്പു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു. കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ ആഹാ, വെരി ഗുഡ്, വെരി ഗുഡ്. കൃഷ്ണ, എന്താ സാർ? നന്നായിരുന്നു മോളെ. താങ്ക് യു സാർ. മോള് നല്ല എഫർട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരുപാട് സ്ഥലങ്ങൾ, ഒട്ടുമുക്കാൽ സ്ഥലങ്ങളും പെർഫെക്റ്റ് ആയിരുന്നു, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. പാടിയതും എല്ലാം എല്ലാം നന്നായിരുന്നു. ആ മോക്ക് ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ, കാരണം ബ്രത്ത് ഉം. അങ്ങോട്ട് നിൽക്കുന്നില്ല. ആ അത് നിന്നിരുന്നെങ്കിൽ ആ പഞ്ചമി നാളിൽ നിന്നുള്ള ആ എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ, ആ അത് അപ്പോഴേ ഒരു പൂർണ്ണത വരത്തുള്ളൂ, മനസ്സിലായോ? ആ
ആ സംഗതി പാടിയിട്ട് അങ്ങ് കഷ്ടിച്ച് കൊണ്ടങ്ങ് വിട്ട് പിന്നെ ടിങ് 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 എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അടുത്ത നമ്മുടെ മ്യൂസിക് വരുന്നത്. ആ അപ്പോൾ എപ്പോഴും വോയിസിന് നമുക്ക് ബ്രെത്ത് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലത്തെ പാട്ടുകൾ ഒന്നുകൂടെ ആ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ നന്നാക്കാൻ പറ്റും. ഇപ്പം നന്നായിട്ട് പാടിയിട്ടുണ്ട്, ആ വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു പക്ഷെ സാർ. ഒരുപാട് സ്ഥലങ്ങളിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ശ്വാസം കട്ട് ചെയ്യുന്ന പല സ്ഥലത്തും അണ്ണീവനായിട്ട് വരുമ്പോഴത്തേക്ക് അയ്യോ അവിടെ എന്ത് പറ്റി എന്ന് തോന്നും. അത് ഞങ്ങൾക്കേ തോന്നുന്നു. ഇത് ഒരുപക്ഷെ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത് വളരെ നന്നായിട്ട് തോന്നും. പക്ഷെ നമ്മളിതിങ്ങനെ നിത്യത്തൊഴിൽ അഭ്യാസം ആയതുകൊണ്ട്, കാരണം എവിടെയെങ്കിലും ഒരു ശകലം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആത്മാവിൻ സ്വപ്നവുമായി അവിടെ ഒരു ചെറിയ ഒരു ഇത് വന്നു. ഒന്നുകൂടെ പാടാൻ വന്നു. ആ ഒരു പോയിന്റ് പഠിക്കേ. ആത്മാവിൽ സ്വപ്നവുമായി പാടിയോ? ആത്മാവിൽ സ്വപ്നവുമായി കാത്തിരിപ്പു ഞാൻ നന്നായിരുന്നു കേട്ടോ. ഈ ഒരു ശബ്ദം കൂടെ ഒന്ന് മോക്കൊന്ന് ഒന്ന് കുറച്ചുകൂടെ ബ്രത്ത് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഗോഡ് ബ്ലെസ് യു സർ. താങ്ക് യു സാർ. ഡയറക്ടർ സാബ്, എന്താ സാർ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പാട്ട് അസലായിരുന്നു, Thank എനിക്ക് you, വളരെ sir. ഇഷ്ടപ്പെട്ടു പാടിയത്. താങ്ക് യു സാർ. ഒരേ ഒരു പ്രശ്നം, അതെന്താണ്? ജലദോഷമുണ്ട്. ഓ, ജലദോഷമാണ് പ്രശ്നം. ആ കാര്യം എന്നിട്ടും നന്നായല്ലോ, ഉത്തരം അതല്ലേ ശ്രീകുമാർ ചേട്ടാ? അപ്പൊ അതെ, വയ്യായിക ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഓ ഓക്കെ, അപ്പൊ എന്തായാലും കലക്കി ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സാർ. ശ്വാസത്തിന്റെ കാര്യം ഒന്ന് ശരിയാക്കിയാൽ മതി. ഓക്കെ, കേട്ടപ്പോ അങ്കിളിന് ഒരു പാട്ട് പാടണം ഒരു ചെറിയ ആഗ്രഹം, പാടിക്കോട്ടെ? പാടിക്കോ. ഓക്കെ. चौदवी का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो, चौदवी का चांद हो. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. എത്രയും പെട്ടെന്ന് ജലദോഷം മാറട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. മോളുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു മാം. അതായത് വരുമെന്നൊരു കിനാവ് കണ്ടിട്ട് ഓരോ വരേണ്ടയാൾ മാത്രം ഇങ്ങനെ കുറെ പോർഷൻസ് ഭയങ്കര സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. ഫീൽ ഉണ്ടായിരുന്നു, ഭയങ്കര ഫീലായിട്ട് ഇമോഷണൽ ആയിട്ട് പാടിയിട്ടുണ്ട്. ഈ കുഞ്ഞു ദേഹത്തിൽ, ഈ കുഞ്ഞു പ്രായത്തിൽ എവിടുന്നാണ് ഇങ്ങനെയൊക്കെ ഇത് വരണേന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. കാരണം എനിക്കൊക്കെ ഈ പ്രായത്തിൽ ഒരു ഭാവമല്ല, ഇമോഷനൊന്നും അന്നൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഇന്നത്തെ തലമുറയിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് എന്ത് രസമായിട്ട് അവർ പാടുന്നത്, ഞാൻ ശരിക്കും കേട്ടിരുന്നു പോയി. മോള് നന്നായിട്ട് പാടിട്ടോ, നമുക്ക് നല്ലൊരു ഭാവിയുണ്ട്, നല്ല ശബ്ദം. ഓക്കെ, ബാക്കി ഇവിടെ അങ്കിൾമാർ പറഞ്ഞത് കേട്ടിട്ട് പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അപ്പൊ കൃഷ്ണൻകുട്ടി, അപ്പൊ ഈ ശബ്ദം കൂടെ ഒന്ന് റെഡി ആയിരുന്നെങ്കിൽ ഫുള്ളടിച്ചേനെ. ബട്ട് ടുഡേ വി ആർ ഗിവിംഗ് യു 99 out of 100. താങ്ക് യു സാർ. Yes, you deserve it. ആടി ഒരു കിഷൻകുട്ടി എന്ന പൂക്കുറ്റി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ നമ്മുടെ ടോപ്പ് സിംഗറിലെ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.